നമ്മുടെ നാട് പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകേണ്ടെന്ന, നമുക്ക് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന ഒരു അനിവാര്യമായ ഘട്ടം കൂടിയാണിത്. എങ്ങോട്ടാണ് കേരളം എന്ന് എല്ലാവരും ചോദിക്കുന്ന പോലെ നിസ്സംഗമായി അങ്ങനെ ചോദിച്ചു നിൽക്കുക മാത്രമല്ല, അതിലിടപെടുക കൂടി അനിവാര്യമായ ഒരു സമയമാണിത്. രാജ്യത്തിന്റെ സാമ്പത്തികമായോ ആന്തരികമായോ ഉള്ള വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളുടെയും അപ്പുറത്തുള്ള നഷ്ടമാണ് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ തകർച്ച എന്ന് പറയുന്നത്. സുരേന്ദ്രനൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഈ രാജ്യം ഉണ്ടാക്കിയെടുത്തത് ഗാന്ധിജിയെ പോലെ ഒരു മഹാ ആശയ പ്രപഞ്ചത്തിന്റെ മുകളിലാണ്. ഒരു രാഷ്ട്രം എന്ന് അതിരുകൾ കൊണ്ട് നിർണ്ണയിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് ഒരാശയം എന്ന നിലക്ക് ആണ് ഈ രാജ്യത്തിന് പ്രത്യേകതയും പ്രാധാന്യവും ഉള്ളത്. അതിന്റെ കടക്കൽ കത്തിവെക്കാനാണ് വളരെ ആസൂത്രിതമായി. ഇവിടെ ഒന്നും സംഭവിക്കില്ല, ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഇവിടുത്തെ വ്യത്യസ്തമായ ജാതി സമൂഹങ്ങളുടെ കണക്കുകൾ എടുത്താൽ അതിലൊക്കെയും നമ്മൾ ഒരു കുഴപ്പം പിടിച്ച സ്റ്റേറ്റ് അല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ കേരളവും ആസാമും അത്രമേൽ വ്യത്യസ്തമായ സ്റ്റേറ്റ് അല്ല എന്ന് എല്ലാവരും അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം, എങ്ങനെയാണ് ആസാമിൽ ഒരു ഫാഷിസ്റ്റ് ഭരണം സാധ്യമായത് എന്നതുകൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന അമിത വിശ്വാസം അല്ല വേണ്ടത്, മറിച്ച് ജാഗ്രതയോടുകൂടി നിൽക്കുക എന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന്